ലാലേട്ടൻ്റെ കൂടെ തിരിച്ചു വരവ് ചേച്ചിയില്ലേ കുറെ ചിത്രങ്ങൾ എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇല്ല 3-4 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു എനിക്ക് നിങ്ങളുടെ ഒരു കെമിസ്ട്രി കൊണ്ടായിരിക്കും മൊത്തം നോക്കുകയാണെങ്കിൽ 7-8 സിനിമകളെ ചെയ്തിട്ടുള്ളൂ ശരിക്കും. പക്ഷെ ശരിക്കും ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ചേച്ചിക്ക് തോന്നാറുണ്ട് അങ്ങനെ? അയ്യോ, അങ്ങനെ ലാലേട്ടൻ്റെ കൂടെ കെമിസ്ട്രി അത് തന്നെ ഭയങ്കര വലിയൊരു ഓണറാണ് എനിക്കത് കേൾക്കുമ്പോൾ. ഞങ്ങളെ സ്ക്രീനിൽ ഒന്നിച്ച് കാണാൻ ഇഷ്ടമാണെന്നുള്ളത് എല്ലാവരും പറയാറുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും അത്രയും രസമുള്ളതായിരുന്നു. ഇപ്പോൾ 6-ാം തമ്പുരാനാണെങ്കിൽ അത് കഴിഞ്ഞ് സമ്മറിൻ ബത്ലഹേമിൽ ഗസ്റ്റ് അപ്പിയറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കന്മദം, അതിനുശേഷം എന്നും എപ്പോഴും, പിന്നെ വില്ലനിലും ഞാനൊരു അതിഥി വേഷമാണ് ചെയ്തത്. ഇപ്പോൾ കുഞ്ഞാലി മരക്കാറിലാണെങ്കിലും എൻ്റെ കഥാപാത്രം ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ്. പക്ഷെ അങ്ങനെ ഒന്നിച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങളും സിനിമകളും എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ടെന്നുള്ളത് എൻ്റെ ഭാഗ്യം. ലാലേട്ടൻ്റെ ഭാഗ്യമൊന്നുമല്ല, എൻ്റെ ഭാഗ്യമാണത്. എനിക്ക് തോന്നുന്നു നമ്മൾ നായകന്മാരുടെ കെമിസ്ട്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാതെ വയ്യ. നായികന്മാർ അഭിനയിക്കുന്ന എല്ലാവരുമായിട്ടും തന്നെ ഒരു എന്താ പറയുന്നത്, ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മഞ്ജു എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ റാണി പത്മിനി, അത് ഭയങ്കര നമ്മൾ ശരിക്കും 2 നായകന്മാർ വന്നാലും ഒരു സിനിമ അങ്ങനെ ഒന്നും ഇല്ലാതെ തെളിയിച്ച പോലത്തെ സിനിമകളാണ്. അതെങ്ങനെയാണ് ചേച്ചി ആ ഒരു കെമിസ്ട്രി ഇപ്പം നമ്മൾ ലാലേട്ടനോട് പറഞ്ഞ എല്ലാവരുമായിട്ടും നിലനിർന്നത്? എന്താണ് ചേച്ചിയുടെ ഒരു മാജിക്? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു കെമിസ്ട്രിയുടെ കുറവ് എനിക്ക് മാർക്കലേ ഉണ്ടായിട്ടുള്ളൂ സ്കൂളിൽ പഠിക്കുമ്പോൾ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എല്ലാവരുമായിട്ടും കംഫർട്ടബിൾ ആയിട്ടും അത് ഓൺ സ്ക്രീനിലും വലിയ കുഴപ്പങ്ങളില്ലാതെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ അസുരനിൽ പോലും അത് അതിന്റെ സെൻസർ കഴിഞ്ഞപ്പോൾ സെൻസർ ബോർഡിൽ ആളുകൾ എടുത്തു പറഞ്ഞൊരു കാര്യം, ഇവര് ശരിക്കും ഭയങ്കര കൺവിൻസിങ് ആണ്, ഇവരൊരു ഫാമിലി ആണ് എന്ന് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും, ഫീൽ ചെയ്യും എന്ന് പറയുന്നു. അങ്ങനെ അതായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ കിട്ടിയ ആദ്യത്തെ ഒരു കോംപ്ലിമെന്റ് എനിക്ക്. ധനുഷ് ആൻഡ് മഞ്ജു ദേ ലുക്ക് വെരി കൺവിൻസിങ് എന്നുള്ളത് സെൻസർ ബോർഡിൽ ഒരു മെമ്പർ പറഞ്ഞത്. ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ പലരും അതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോളും ഇതൊക്കെ വന്നതാണ്. പക്ഷേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു ഉത്തരമായി എന്നുള്ള രീതിയിൽ അത്രയും കൺവിൻസിങ് ആയിരുന്നു ഫസ്റ്റ്. ഞാൻ അടുത്തിടെ കേട്ട വാർത്ത, എനിക്ക് എത്രത്തോളം സത്യമാണെന്ന് ഓൺലൈൻ കേട്ടതാണ്, 96-ൽ ജാനു ആൻഡ് മഞ്ജു ചേച്ചിയാണ് എന്ന് വിജയ് സേതുപതി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. അപ്പൊ അറിഞ്ഞിട്ട് എന്ത് കാര്യം? അത് ശരിക്കും പറഞ്ഞല്ലേ. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളിലും ഓരോ യോഗമുണ്ട്. അത് 96 എന്ന് പറയുന്ന പടത്തിന് ആ ഒരു ഏറ്റവും ഭംഗിയുള്ള ഒരു വിധി തന്നെയാണ് നടന്നത്. അതിലും ഭംഗിയായിട്ട് വേറെ ആർക്കും ആ കഥാപാത്രം ചെയ്യാൻ, ഞാൻ ചെയ്തിരുന്ന പോലും ഇത്രയും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ 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 ഒരു കൾട്ട്, ഒരു വിജയമായി മാറി അത്. എന്താ ചേച്ചി ഇപ്പൊ ധനുഷുമായിട്ട് എനിക്ക് തോന്നുന്നു ഓഫ് സ്ക്രീൻ നല്ലൊരു അല്ലേ സൗഹൃദമുള്ള കൂട്ടത്തിലാണ്. അപ്പം എന്തായിരുന്നു ആ സിനിമയിലേക്ക് വരുമ്പോൾ ചേച്ചിയുടെ ഫസ്റ്റ് തമിഴ് സിനിമ ധനുഷ് വെട്രിമാരൻ കോംബോയിൽ വരുന്ന എന്തായിരുന്നു ചേച്ചിയുടെ ഒരു എക്സൈറ്റ്മെന്റ്? നെർവസ് എക്സൈറ്റ്മെന്റ് ആയിരുന്നു, നെർവസും ആയിരുന്നു, എക്സൈറ്റഡും ആയിരുന്നു. നമ്മൾ ചെയ്യുന്നത് ശരിയാവണം, നമ്മൾ ആദ്യമായിട്ട് ഇവര് ദൈവമേ വേറെ ആരെങ്കിലും വിളിക്കായിരുന്നു എന്ന് ഇവരെ കൊണ്ട് തോന്നിപ്പിക്കരുത് എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. ഇത്രയും സിനിമ കഴിഞ്ഞിട്ട് അത് എല്ലാ സിനിമയിലും ഉണ്ട്. ഇപ്പൊ ഈ പൂവൻകോഴിയിൽ അഭിനയിച്ചപ്പോഴും ഉണ്ടായിരുന്നു, ദൈവമേ പാളിപ്പോവല്ലേ റോഷൻ, അയ്യോ എന്താ കാണിക്കണത് ചോദിക്കരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാ സിനിമയിലും ഉള്ളതാണ്. ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അസുരന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ശരിക്കും ചേച്ചിക്ക് നമുക്കറിയാം അല്ലെ, തമിഴൊക്കെ കുറെ അറിയാം, തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ശരിക്കും ഒരു പച്ച തമിഴ്. എങ്ങനെയായിരുന്നു ചേച്ചി ആ ഒരു സിനിമയുടെ ഒരു എക്സ്പീരിയൻസ്? അത് ഭയങ്കര ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ഒരുപാട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. കാരണം അവരുടെ ഇപ്പം ഇവിടെയും നമ്മൾ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയും ടെക്നീഷ്യൻസിൻ്റെ കൂടെയും ഒക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ വേറൊരു ഭാഷയിൽ അത് വളരെ എന്താ പറയുക, നമ്മുടെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കോമ്പിനേഷനാണ് ധനുഷ് വെട്രിമാരൻ. അപ്പോൾ അവരുടെ ഒരു സംസാരങ്ങളും അവരുടെ ഒരു കെമിസ്ട്രിയും അവരുടെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെഡിക്കേഷനും അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളൊക്കെ ഇനിയും ഒരുപാട് അയ്യോ നമ്മൾ ഓരോ ദിവസവും നമുക്ക് അയ്യോ ഇത് പോരാ, നമ്മൾ അടുത്ത ദിവസം ചെല്ലുമ്പോൾ ഇനിയും കൂടുതൽ നമ്മൾ കാരണം ഒരു ഡ്രോപ്പ് വരരുത് എന്നുള്ളൊരു ഭയങ്കര ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അത് ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.